എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണം. ബെഡ്റൂമിൽ കിടക്കുകയാണ് രേണുസുതി. കിടന്നുകൊണ്ട് കരയുകയാണ്. ബിഗ് ബോസ് കൊടുത്ത മിഡ് എവിക്ഷൻ കണ്ണടയും വെച്ചിട്ടുണ്ട്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ്. മോനെ, നീ എന്നെ മറക്കല്ലേ. അമ്മയെ എന്നും ടിവിയിൽ കാണണം. അപ്പയോട് ടിവി വെച്ച് തരാൻ പറയണം. മോനെ കിച്ചു, നീ ഋതപ്പൻ്റെ അടുത്ത് എന്നും പോണം. ഇടയ്ക്കൊക്കെ അവനെ വണ്ടിമേൽ കറങ്ങാൻ കൊണ്ടുപോകണേ. അങ്ങനെ പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുകയാണ് രേണുസുതി. ഇതെല്ലാം ബിഗ് ബോസ് ലൈവിലിട്ടിരിക്കുകയാണ്. രേണുവിനെ സമാധാനിപ്പിക്കാനാണെന്നറിയില്ല, അതോ ഇനി സ്ട്രാറ്റജി ആണെങ്കിൽ അത് പൊളിച്ചടക്കാനോ ആണെന്നറിയില്ല. ശൈത്യ വന്നിരിക്കുന്നുണ്ട് അടുത്ത്. എന്നിട്ട് ശൈത്യ പറയുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ കിടന്ന് കരയല്ലേ, എനിക്കും വിഷമങ്ങളുണ്ട്. ഞാനും എൻ്റെ അമ്മയും അച്ഛനെയും കാണാതെയല്ലേ. ഞാൻ അവരെ പറ്റി ഇപ്പോൾ ഓർക്കാറേ ഇല്ല. ചേച്ചി ഇങ്ങനെ കിടന്ന് കരയില്ലേ. ചേച്ചിക്ക് കരയണമെന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ പോയി നിന്ന് കരയൂ. അല്ലെങ്കിൽ ഇതെല്ലാം ചേച്ചിയുടെ സ്ട്രാറ്റജി ആണെന്നേ പറയൂ. കരച്ചിൽ നാടകമാണ് എന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞ് ശൈത്യം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രേണു പറയുന്നുണ്ട്, അതെ സ്ട്രാറ്റജി ആണെന്ന് പറയോ ഇനി എന്നൊക്കെ പറഞ്ഞ് എണീറ്റു. അപ്പുറത്തൊക്കെ പോയിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇനി ഇത് സ്ട്രാറ്റജി ആണോ എന്താണെന്നൊന്നും നമുക്ക് ചിലപ്പോൾ ലാലേട്ടൻ വന്നാൽ ചോദിക്കും, രേണുവിന് പുറത്ത് പോകണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ പറയാന്ന് കണ്ട് തന്നെ അറിയാം നമുക്ക്.